ഇതെല്ലാം എന്നെ ഒരു ഉപകരണമാക്കി സാധിച്ചു. അവിടുന്ന് എനിക്ക് നൽകിയ അനുഗ്രഹമാണിത് സ്വാമി. രാമകാര്യം നേടിയാൽ അസാധ്യമായി ഒന്നുമില്ല. ആത്മാർത്ഥതയിലും വിനയത്തിലും കുതിർന്ന ഈ വാക്കുകൾ കേട്ട് അപ്പോൾ രാമൻ വളരെ സന്തുഷ്ടനായി. തിരിഞ്ഞു. അനുജ. വിളംബമ്മിനാ ലക്ഷ്മണന്റെ നേരെ ദുഃഖമുണ്ടാവാവുന്ന വിധം ശേഖരിച്ച മഹാസൈന്യത്തെയും അതിവേഗത്തിൽ ജാംബവാനും സുഗ്രീവനും ചെയ്ത ഒരുക്കങ്ങളെയും കണ്ട് ദേവന്മാർ പോലും അത്ഭുതപ്പെട്ടുപോയി. വാനരഭടന്മാർ രാമന്റെ പാദങ്ങൾ തൊട്ട് വിജയഗർജനം ചെയ്തു. രാമൻ തന്റെ കരുണാർദ്രവും ആശീർവാദപരിയുമായ നോട്ടത്താൽ അവരെയെല്ലാം അനുഗ്രഹിച്ചു. ഓരോ യോദ്ധാവും ചിറകുമുളച്ചു വളർന്ന പർവ്വതശിഖരമായിത്തീർന്നു. ആഹ്ലാദാർപ്പത്തോടുകൂടി ഓരോ അടിയും മുന്നോട്ടുവെച്ചു. അവർ മുന്നോട്ടു നീങ്ങിത്തുടങ്ങിയപ്പോൾ ശുഭശകുനങ്ങൾ സ്വാഗതം ചെയ്തു. അതേ അവസരത്തിൽ അശോകവനത്തിൽ സീതയ്ക്കും ശുഭോദയമുണ്ടായി. അശുഭകരമായ ലക്ഷണങ്ങളും സംഭവങ്ങളും രാവണനെ അസ്വസ്ഥപ്പെടുത്തി. ജാംബവാനും മറ്റുള്ളവരും കൂറ്റൻമരങ്ങൾ പിഴുതെടുത്ത് അവ ആയുധങ്ങളായി വീശി. ആ സൈനികയാത്രയിൽ അവർ ഉയർത്തിയ പോർവിളിയാൽ ഭൂമി കുലുങ്ങുകയും ആകാശത്തിലും മുഴക്കമുണ്ടാവുകയും ചെയ്തു. ഇടയ്ക്കിടെ അവർ ജയ ജയ രാമചന്ദ്ര എന്ന് ഉദ്ഘോഷിച്ചു. വരും ദിവസങ്ങളിൽ തനിക്കെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ലങ്കയിലെ ഓരോ രാക്ഷസനും ഉത്കണ്ഠാകുലനായി. ആസന്നമായ ആപത്തിനെപ്പറ്റി അവർ ഭയചകിതരായിരുന്നു. ആ വിപത്തിൽ നിന്ന് തങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ലെന്ന് അവർക്ക് ബോധ്യമാവുകയും ചെയ്തു. രാവണനെ അവർക്ക് മാരകമായ വിധം ഭയമായിരുന്നതുകൊണ്ട് അവരുടെ ഭയാശങ്കകൾ പരസ്പരം പതുക്കെ പറഞ്ഞറിയിക്കാനേ അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ലങ്കയിൽ രാക്ഷസന്മാർ കൂട്ടമായി നിൽക്കുന്നതെല്ലാം രാമദൂതൻ വരുത്തിയ വിപൽക്കരമായ നഷ്ടങ്ങളെ സംബന്ധിച്ചായിരുന്നു സംസാരം. അവർ അത്ഭുതപ്പെട്ടു. സേവകൻ ഇത്രയും ഗംഭീരമായ വീര്യം പ്രകടിപ്പിച്ചെങ്കിൽ യജമാനൻ ആക്രമിക്കുമ്പോഴുണ്ടാവുന്ന നാശനഷ്ടങ്ങളുടെ അളവെന്തായിരിക്കും? അമേയമായ ആക്രമണം പ്രാപ്തിയുള്ള ഒരു മഹാവീരനായിട്ടാണ് അവർ രാമനെ ചിത്രീകരിച്ചത്. അവരുടെ യോഗങ്ങളെ തോഴിമാർ രാജ്ഞി മണ്ഡോദരിയെ അറിയിച്ചു. അവളുടെ മനസ്സ് ആശങ്കയും ഉത്കണ്ഠയും കൊണ്ട് നിറഞ്ഞു. അടുത്തുണ്ടായ സംഭവങ്ങളിൽ നിന്നുണ്ടായ ശരിയായ കണക്കുകൂട്ടലുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് ഈ ഭയമെന്ന് അവൾക്ക് മനസ്സിലായി. രാവണൻ ഇത് കേൾക്കാൻ തയ്യാറാവുന്ന ഉചിത സന്ദർഭത്തിനുവേണ്ടി അവൾ കാത്തിരുന്നു. മറ്റാരുമില്ലാത്തപ്പോൾ അദ്ദേഹത്തോട് ഈ സംഗതി പറയാമല്ലോ. അങ്ങനെയൊരു സന്ദർഭം കിട്ടിയപ്പോൾ മണ്ഡോദരി പറഞ്ഞു, പ്രഭോ, സർവശക്തനായ രാമനുമായി ശത്രുതയുണ്ടാക്കേണ്ട, അങ്ങുതന്നെ സ്വന്തമായി പറഞ്ഞതല്ലേ രാമൻ സാധാരണ മനുഷ്യനല്ലെന്ന്. സഹോദരിയായ ശൂർപ്പണഖയ്ക്ക് വെറുപ്പും വരുത്തിയപ്പോൾ അങ്ങയുടെ സൈന്യങ്ങൾക്ക് പകരം വീട്ടാൻ കഴിഞ്ഞില്ല. ആ സൈന്യം രാമനെ തെല്ലുപോലും ഭയമുണ്ടാക്കിയില്ല. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ അജയ്യരായ കോടിക്കണക്കിന് വാനരവീരന്മാരുണ്ട്. അദ്ദേഹത്തിനെതിരായി ഇപ്പോൾ എന്തു നേട്ടമാണുണ്ടാക്കാൻ സാധിക്കും? ഈ രാജ്യത്ത് കടന്നുവന്ന ദൂതനെ പിടിച്ചുകെട്ടാനോ ശിക്ഷിക്കാനോ പോലും നമുക്ക് കഴിഞ്ഞില്ല. നമ്മെ വളയം ചെയ്തിട്ടുള്ള ദുർഭാഗ്യത്തിന്റെ ആഴം നോക്കൂ. ഒരാളുടേത് ഇത്രയും ഭയവും നിരാശയും ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അവനെപ്പോലെയുള്ള കോടിക്കണക്കായവർ വരുത്തിവെക്കുന്ന ആപത്തുകൾ എത്രയധികമായിരിക്കും. അതുകൊണ്ട് എന്റെ അഭ്യർത്ഥന ചെവിക്കൊള്ളണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അനുജനായ വിഭീഷണന്റെ കൂടെയോ അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഒന്നിച്ചോ സീതയെ രാമന്റെ അടുത്തേക്ക് തിരിച്ചയക്കൂ. സീതയും സാധാരണ സ്ത്രീയല്ല. അവൾ മാതൃകാപരമായ വിധം പാതിവ്രത്യമുള്ളവളാണ്. ധാർമ്മിക സ്വഭാവത്തിൽ നിന്നുദ്ഭവമാകുന്ന ആധ്യാത്മിക ചൈതന്യത്തിന്റെ മൂർത്തിമദ്ഭാവമാണ് സീത. അത്തരമുള്ളൊരാൾക്ക് ദുഃഖമുണ്ടാക്കുന്നതുകൊണ്ട് അങ്ങേക്കൊരിക്കലും നന്മയുണ്ടാവുകയില്ല. എന്റെ അഭ്യർത്ഥന സ്വീകരിക്കുക. സീതയെ രാമന് തിരിച്ചുകൊടുക്കുക. അത് ചെയ്താൽ അങ്ങേക്കും രാക്ഷസവംശത്തിനും നന്മയേ ഉണ്ടാവൂ. അല്ലാതിരുന്നാൽ സർപ്പം തവളയെ വിഴുങ്ങുന്നതുപോലെ രാമന്റെ അമ്പുകൾ രാക്ഷസവംശത്തെ വിഴുങ്ങും. ഈ ദുശാഠ്യവും ദുരഭിമാനവും ഉപേക്ഷിക്കുക. ഈ മർക്കട ടവുഷ്ടി പരിത്യജിക്കൂ. സീതയെ രാമപാദങ്ങളിൽ സമർപ്പിക്കൂ. ഈ ദയനീയമായ അപേക്ഷയോടുകൂടി അവൾ രാവണന്റെ പാദങ്ങളിൽ പ്രണമിച്ചു. അഹങ്കാരസമ്മിളിതമായ സ്വാഭിമാനമുള്ള മുഢനായ രാവൻ മണ്ഡോദരിയെ നോക്കി ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മറുപടി കൊടുത്തു. ഇത് ലജ്ജിക്കേണ്ട സംസാരമാണ്. അബലകളാണ് സ്ത്രീകൾ. ജന്മം കൊണ്ടേ അവരുടെ വാക്കുകൾ അവരുടെ സ്വഭാവമാണ്. ഏത്തിൽ നിന്നും പോലും ചെയ്യും. വാനരന്മാർ നമ്മുടെ പടിക്കലെത്തിയാൽ രാക്ഷസന്മാർ അവരെ തീർച്ചയായും വീഴ്ത്തും. രാമൻ എന്ന നാമം കേൾക്കുമ്പോൾ മാരകമാംവിധം ദേവന്മാർ പോലും എന്റെ മരണം പാടി, മൃഗങ്ങളെപ്പറ്റി നിനക്കെന്തിത്ര പേടി? നിന്റെ ഭയം ലജ്ജകരമാണ്. ഇവിടെ നിന്നും പോകൂ. ഇത് പറഞ്ഞുകൊണ്ട് ധിക്കാരത്തിന്റെ മൂർത്തീകരണമെന്ന പോലെ രാവൻ അഹങ്കാരപൂർവ്വം സഭാതലത്തിലേക്ക് പോയി. സ്ഥലം വിട്ട ഉടനെ മണ്ഡോദരി വിലപിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു, കഷ്ടം! വിധി ഒരു വലിയ ദുരന്തസംഭവത്തെ ആസൂത്രണം ചെയ്യുകയാണ്. അത് എനിക്കായി തീരുമാനിച്ചതെന്തായിരിക്കും? അത് ഊഹിക്കുന്നതുപോലും ഭയകരമാണ്. ദുഃഖഭാരത്തോടുകൂടിയും ഇതികർത്തവ്യതാമൂഢയായും മണ്ഡോദരി സ്വന്തം മുറിയിലേക്ക് പോയി. പരസ്പരം ചിന്തകളാൽ കഷ്ടിതയാൽ അവൾ ശയ്യയിൽ കിടന്നുരുണ്ടു.
സഭാതലത്തിൽ രാവണൻ ഉടൻ മന്ത്രിമാരെ വിളിച്ചുകൂട്ടി. അപ്പോഴത്തെ പരിതസ്ഥിതികളെ സംബന്ധിച്ച അവരുടെ അഭിപ്രായം പറയാൻ അവരെ ക്ഷണിച്ചു. രാമന്റെ ആ ദൂതൻ ഇവിടെ വരുത്തിവെച്ച വിനകളെല്ലാം നിങ്ങൾ അറിഞ്ഞല്ലോ. ഇനി എന്താണ് നാം ചെയ്യേണ്ടത്? എന്തൊക്കെ ഒരുക്കങ്ങളാണ് വേണ്ടത്? ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ലേശവും ശങ്കിക്കാതെ എന്നോട് തുറന്നു പറയുക. മന്ത്രിമാർ അന്യോന്യം നോക്കി. അമർത്തപ്പെട്ട ചിരിയിൽ അവർ അവജ്ഞ പ്രകടിപ്പിച്ചു. പക്ഷെ ആരും സംസാരിക്കാൻ ധൈര്യപ്പെട്ടില്ല. മാസങ്ങളോളം ഗാഠനിദ്രയിൽ ലയിച്ചിരുന്ന ഹനുമാന്റെ സന്ദർശനാവസരത്തിലുണ്ടായ ഭയകരമായ അഗ്നിബാധയെ സംബന്ധിച്ച് യാതൊന്നും അറിയാത്തവനുമായ കുംഭകർണൻ നിദ്രയിൽ നിന്നും പെട്ടെന്നുണർന്ന് സഭാതലത്തിലേക്ക് ഓടിവന്നു. അദ്ദേഹം ജ്യേഷ്ഠനോടുറക്കെ വിളിച്ചു പറഞ്ഞു, സഹോദരാ, ഈ 3 ലോകങ്ങളിലും അങ്ങേക്ക് തുല്യനായൊരു വീരനില്ലെന്ന് വിമ്പിളക്കിയിരുന്നില്ലേ? അങ്ങ് ലോകങ്ങളെ മുഴുവനും വെല്ലുവിളിച്ചു. ഒരാളും അങ്ങയുടെ മുഖത്തു നോക്കാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ ഇപ്പോൾ ഒരു കൊച്ചുമർക്കടൻ ലങ്കയിൽ കടന്നുവന്ന് നഗരം ചാമ്പലാക്കിയതായി ഞാൻ കേൾക്കുന്നു. നാണക്കേട്, നിനക്ക് നാണക്കേട്. അതിനെ ജീവനോടെ കൂടി രക്ഷപ്പെടാൻ എങ്ങനെ അനുവദിച്ചു? ഈ പരിഹാസവചനങ്ങൾ പറഞ്ഞ് അദ്ദേഹം സഭാതലം വിട്ട് സഭാവനത്തിലേക്ക് പോയി. ഈ ഘട്ടത്തിൽ മന്ത്രി അതികായൻ എഴുന്നേറ്റ് ചക്രവർത്തിയെ ഇപ്രകാരം അഭിസംബോധന ചെയ്തു: സ്വാമി, ഞങ്ങൾ അങ്ങയുടെ ആജ്ഞകൾ അനുസരിക്കാം. അങ്ങയുടെ കരുണാകടാക്ഷം മാത്രം ഞങ്ങളിൽ പതിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്കെല്ലാ മനുഷ്യരെയും വാനരരെയും നശിപ്പിച്ച് അവരെ ഭൂമുഖത്തുനിന്ന് തന്നെ തുടച്ചുമാറ്റാൻ കഴിയും. ഇതിലപ്പുറം ഉറപ്പിച്ചു പറയേണ്ട ആവശ്യമെന്ത്? അദ്ദേഹം പനിയെപ്പോലെ സംതൃപ്തനായി അമരിക്കൊണ്ട് സ്ഥാനത്തിരുന്നു. അനന്തരം സ്വേച്ഛാപ്രകാരം ഏതു രൂപവും സ്വീകരിക്കുവാൻ കഴിയുള്ള സർവ്വസൈന്യാധിപനായ മേഘനാഥൻ എഴുന്നേറ്റു. അദ്ദേഹം പറഞ്ഞു: സർവാധിനായകനായ പ്രഭോ, അങ്ങയുടെ പരാക്രമവും ലോകം മുഴുവൻ പ്രതിധ്വനിക്കുന്നു. ദേവന്മാരെല്ലാം അങ്ങയുടെ അടിമകളാണ്. അങ്ങയുടെ സന്നിധിയിൽ മനുഷ്യരുടെ വിധിയെപ്പറ്റി ഞങ്ങൾ എന്തു പറയണം? ഈ ദേവന്മാരെക്കാൾ ശക്തി ആർക്കുണ്ടാവൂ? മേഘനാഥന്റെ വാക്കുകൾ അന്തസ്സാരശൂന്യമായ ദണ്ഡിൽ കുതിർന്നവയായിരുന്നു. കുംഭകർണന്റെ നാസ്തികന്മാരായ പുത്രന്മാരും അത്യന്തം അഹങ്കാരികളായിരുന്ന സഹോദരന്മാരായ കുന്തനും നിക്കും ഈ രീതിയിൽ തന്നെ സംസാരിച്ചു. അകമ്പനനും മറ്റു യോദ്ധാക്കളും ഇതേ പാട്ടിന് സ്വന്തം രാഗങ്ങൾ കൂട്ടിച്ചേർത്തു. സ്വയം നിയന്ത്രിക്കാൻ സാധിക്കാത്ത മഹോദരൻ ഇടയ്ക്കിടെ എഴുന്നേറ്റ് യുദ്ധത്തിൽ ഭാഗഭാക്കാകാനുള്ള തന്റെ ഔത്സുക്യം പ്രഖ്യാപിക്കുകയാണെന്ന് പ്രദർശിപ്പിച്ചില്ലായിരുന്നെങ്കിലും എല്ലാവരെയും ഒരു ഉത്ഭയം പിടികൂടിയിരുന്നു. മുഖസ്തുതി കേട്ട് രാവണൻ സന്തുഷ്ടനായി. അദ്ദേഹത്തെ ധൈര്യപ്പെടുത്താനുള്ള സഭാംഗങ്ങളുടെ ലക്ഷ്യവും സാധിച്ചു. അവസാനമായി ഒരു രാക്ഷസൻ എഴുന്നേറ്റ് മറ്റുള്ളവരുടെ ശ്രദ്ധയാകർഷിക്കാൻ ശ്രമിച്ചു. അവൻ പറഞ്ഞു: ചക്രവർത്തി, ഞാനൊരു ബ്രാഹ്മണവേഷത്തിൽ രാമലക്ഷ്മണന്മാരെ സമീപിക്കാം. അവരെ ഭക്ഷണത്തിന് ക്ഷണിക്കാം. അവർ അതിനായി എന്റെ ആശ്രമത്തിൽ വന്നാൽ അവരുടെ കൈകാലുകൾ ബന്ധിക്കാം. നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ഞാൻ ഈ തന്ത്രം ശ്രമിച്ചു നോക്കാം. രാവണന് മന്ത്രിമാരുടെയും മറ്റുള്ളവരുടെയും നേരെ വലിയ സന്തോഷമുണ്ടായി. ഇതിനിടയിൽ വിഭീഷണൻ സഭാതലത്തിലേക്ക് പ്രവേശിച്ചിരുന്നു. രാവണൻ അദ്ദേഹത്തെ നോക്കി ചോദിച്ചു: സഹോദര, വാനരന്മാരും മനുഷ്യരും ഉൾപ്പെട്ട ഈ പ്രശ്നത്തിൽ നിന്റെ അഭിപ്രായമെന്താണ്? പറയൂ. വിഭീഷണൻ പറഞ്ഞു: ഏറ്റവും കരുണാർദ്രതയുള്ള ജ്യേഷ്ഠ, അനാവശ്യമായ അലങ്കാരഭാഷയോ കാപട്യമോ ഇല്ലാതെ എനിക്ക് കഴിയുന്ന ഏറ്റവും ഉത്തമമായ രീതിയിൽ ഞാൻ പറയാം. അങ്ങത് ക്ഷമയോടും ശ്രദ്ധയോടും കൂടി കേൾക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ മാപ്പാക്കുക. അല്ലയോ സർവാധീശനായ പ്രഭോ, മരണാനന്തരം ഒരു നല്ല പദവിക്കും ജീവിച്ചിരിക്കുമ്പോൾ കളങ്കമേശാത്ത യശസ്സിനും ഇപ്പോഴും ഇനിയും ക്ഷേമത്തിനും സുഖത്തിനും അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുക. മറ്റൊരുവൻ അവകാശപ്പെട്ട സ്ത്രീകളുടെ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കണം. 14 ലോകങ്ങളുടെയും ഭരണകർത്താവായ ഒരുവനെ തടസ്സപ്പെടുത്തുന്നതിനോ ദ്രോഹിക്കുന്നതിനോ അങ്ങയെപ്പോലെയുള്ള ഒരാൾക്ക് എന്തു ചെയ്യാൻ സാധിക്കും? അദ്ദേഹത്തെ എതിർക്കുന്ന ആരെങ്കിലും അവശേഷിക്കുമോ? ഒരാളുടെ ഗുണങ്ങളെ അത്യാശ മറച്ചുകളയുന്നു. ആ മേഖലയിലേക്കുള്ള പ്രവേശന കവാടങ്ങളാണ് കാമവും ക്രോധവും. രാമൻ സാധാരണ മനുഷ്യനല്ല. അദ്ദേഹം അന്തകാന്തകനാണ്. കാലത്തിന്റെ നിയന്ത്രകനുമാണ്. രോഗത്തിനോ ഇല്ലായ്മയ്ക്കോ അല്ലെങ്കിൽ ദൗർബല്യത്തിനോ അദ്ദേഹത്തെ ബാധിക്കാൻ കഴിയുകയില്ല. അദ്ദേഹം അമർത്യനുമാണ്, അജയ്യനുമാണ്. അതുകൊണ്ട് അങ്ങയുടെ വിദ്വേഷം ഉപേക്ഷിക്കൂ. അങ്ങനെയുള്ള ഒരു ദിവ്യപുരുഷനോടുള്ള അങ്ങയുടെ മനോഭാവം ഉപേക്ഷിക്കുക. അദ്ദേഹത്തിന്റെ ദാസനായി സ്വീകരിക്കപ്പെടുവാൻ അപേക്ഷിക്കുക. അദ്ദേഹത്തിന്റെ കാരുണ്യം നേടുക. എനിക്കുള്ള സർവ്വ കഴിവുകളും ഉപയോഗിച്ച് അങ്ങയുടെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഞാൻ അതിനായി അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് കേട്ട് വയോധികനും ബഹുമാന്യനുമായ മന്ത്രി മാല്യവാൻ സമ്മതഭാവത്തിൽ തലയാട്ടി. അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു: സ്വാമി, അങ്ങയുടെ സഹോദരൻ പറഞ്ഞ വാക്കുകൾ ന്യായവും ശരിയുമാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതുകൊണ്ട് അങ്ങയുടെ പ്രശസ്തി നിറന്നുകവിയും. രണ്ടുപേരുടെയും ഉപദേശം കേട്ട് രാവണന് കോപമാളിക്കെത്തി. അദ്ദേഹം അവരെ അത്യുഗ്രമായി ശകാരിച്ചു.
നിങ്ങൾ രണ്ടുപേരും വിഡ്ഢികളാണ്. നിങ്ങൾ ഇതുവരെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ എന്റെ ശത്രുവിനെ പുകഴ്ത്തുകയായിരുന്നു. ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഈ സഭാതലത്തിലിരിക്കാൻ അർഹരല്ല. അവർ രണ്ടുപേരെയും നീക്കം ചെയ്യാനായി അദ്ദേഹം കൽപ്പന നൽകി. ഇത് കേട്ടപ്പോൾ മാല്യവാൻ തന്റെ സ്ഥാനത്തുനിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോയി. വിഭീഷണൻ ജ്യേഷ്ഠനെ പ്രണമിച്ച് കുപ്പുകൈകളോടുകൂടി എതിർവാദം നടത്തി. അല്ലയോ രാജാവേ, ഓരോ ആളുടെയും ഹൃദയത്തിൽ നന്മയുടെയും തിന്മയുടെയും രണ്ടു പ്രകൃതികളും കുടികൊള്ളുന്നുണ്ടെന്ന് വേദങ്ങളും ശാസ്ത്രങ്ങളും പറയുന്നു. നന്മ വർദ്ധിച്ച് മനസ്സിന്റെ പരിപൂർണമായ ആധിപത്യം നേടുമ്പോൾ ആ വ്യക്തിക്ക് ആനന്ദവും ശക്തിയും എല്ലാത്തരത്തിലുമുള്ള ക്ഷേമവും കൈവരുന്നു. തിന്മ പൂർണാധിപത്യം ചെലുത്തുമ്പോൾ ആ വ്യക്തി എല്ലാവിധമായ വിപത്തുകളാലും ആക്രമിക്കപ്പെടുന്നു. ഇപ്പോൾ ദുഷ്ടമായ പ്രകൃതി അങ്ങയുടെ സത്സ്വഭാവത്തെ അധീനപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങ് നല്ല ഉപദേശം നൽകുന്നവരെയും അങ്ങയുടെ നന്മ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നവരെയും ശത്രുക്കളെന്ന് കുറ്റപ്പെടുത്തുന്നത്. സീതരാക്ഷസന്മാർക്ക് കാളരാത്രി പോലെയാണ്. അങ്ങയ്ക്ക് അവരുടെ നേരെ യാതൊരു അലിവുമില്ല. അതാണ് അങ്ങയിലുള്ള തിന്മയുടെ ലക്ഷണം. അങ്ങയിൽ നിന്നും ഈ വരത്തിനായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്റെ അപേക്ഷ സ്വീകരിക്കുക. സീതയെ രാമൻ മടക്കിക്കൊടുക്കുക. അത് അങ്ങേക്ക് സർവ്വസുഖങ്ങളും ശുഭങ്ങളും കൈവരുത്തുമെന്ന് എനിക്കുറപ്പുണ്ട്. ഇത് കേട്ട് രാവണൻ സിംഹാസനത്തിൽ നിന്നും ചാടിയെഴുന്നേറ്റ് വികാരഭരിതനായി പറഞ്ഞു: വിഡ്ഢി, നിനക്ക് മരണമെടുത്തിരിക്കുന്നു. എന്റെ കരുണകൊണ്ടു മാത്രമാണ് നിനക്ക് ഇതുവരെ ജീവനോടെയിരിക്കാൻ സാധിച്ചത്. ഇപ്പോൾ നീ എന്റെ ശത്രുക്കളെ കണക്കാക്കുകയാണ്. അവരോടുള്ള നിനക്കുള്ള ബഹുമാനവും ഭക്തിയും നിനക്ക് വർദ്ധിച്ചുവെന്നാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ കയ്യൂക്കുകൊണ്ട് കീഴടക്കാൻ കഴിയാത്ത ആരെങ്കിലും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഞാൻ നൽകുന്ന ഭക്ഷണം കഴിച്ച്, ഞാൻ തന്നെ ഗൃഹത്തിൽ താമസിച്ച്, എന്റെ രാജ്യത്ത് നിവസിച്ചുവരുന്ന നിനക്ക് എന്റെ ശത്രുക്കളെ സ്തുതിച്ചു പറയുവാൻ എങ്ങനെ ധൈര്യം വന്നു? കോട്ടയുടെ രക്ഷയ്ക്കായി വളർത്തപ്പെട്ട മുൾച്ചെടികൾ കോട്ടയ്ക്ക് തന്നെ അപൽക്കാരികളായി തീർന്നിരിക്കുന്നു. നീ ഉപയോഗപ്രദമാകുന്നതിനേക്കാൾ കൂടുതൽ പടർന്നുപിടിച്ചിരിക്കുന്നു. പോകൂ, ഏതെങ്കിലും ആശ്രമത്തിലേക്ക് പോയി ധർമ്മത്തെയും നന്മയെയും സംബന്ധിച്ച പാഠങ്ങൾ അവിടെ പഠിപ്പിക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാവണൻ തന്റെ കാൽക്കലിരുന്ന വിഭീഷണനെ ചവിട്ടി ദൂരത്തള്ളി. എത്ര ക്രോധത്തോടുകൂടി തന്നെ ചവിട്ടിയിട്ടും വിഭീഷണൻ ചവിട്ടിയ കാലുതന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്റെ അപേക്ഷ വിടാതെ വളരെയേരം തുടർന്നുകൊണ്ടിരുന്നു. രാജാവേ, രാമൻ സത്യത്തിൽ തീരുമാനമെടുക്കുന്നു. അദ്ദേഹത്തിന്റെ തീരുമാനം ഒരിക്കലും പരാജയപ്പെടാറില്ല. അങ്ങയുടെ സമയം തീർന്നുവരികയാണ്. അതുപോലെ തന്നെ അങ്ങയുടെ അനുയായികളുടെ സമയവും. ഞാൻ രാമനെ അഭയം പ്രാപിക്കാൻ പോകുന്നു. അങ്ങയെ രക്ഷിക്കാൻ എന്നാലാവുന്ന വിധമെല്ലാം ഞാൻ ചെയ്തു. എനിക്ക് പശ്ചാത്തപിക്കാനൊന്നുമായിട്ടില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഈ വാക്കുകൾ പറഞ്ഞ് അദ്ദേഹം സഭാതലം വിട്ടുപോയി. ഓരോ ശ്വാസത്തിലും രാമ, രാമ എന്ന് ഉച്ചരിച്ചുകൊണ്ടും ആനന്ദത്താലും ആവേശത്താലും വീർപ്പുമുട്ടിക്കൊണ്ടും അദ്ദേഹം കടൽ കടന്ന് മറുകരയിലെത്തി. അദ്ദേഹത്തെ കണ്ട് വാനരന്മാർ അവർ രാവണനിൽ നിന്നും വന്ന ദൂതനാണെന്ന് ധരിച്ച് അവന്റെ വരവിനെപ്പറ്റി രാജാവായ സുഗ്രീവനെ അറിയിച്ചു. വിഭീഷണൻ പാളയത്തിൽ പ്രവേശിക്കുന്നത് അവർ തടഞ്ഞു. വിവരം രാമദേവനെ അറിയിക്കുകയും ചെയ്തു. സ്വാമി, രാവണന്റെ സഹോദരൻ അവിടത്തെ ദർശനത്തിനായി വന്നിരിക്കുന്നു. രാവണന്റെ സഹോദരനെക്കുറിച്ച് എന്തു വിചാരിക്കുന്നു എന്ന് രാമൻ സുഗ്രീവനോട് ചോദിച്ചു. ഇഷ്ടപ്പെട്ട സമയത്ത് ഇഷ്ടമുള്ള വേഷം മാറുന്നവരാണ് രാക്ഷസന്മാർ. അവർ എങ്ങനെയോ അവരെപ്പറ്റി കൃത്യമായി ഒന്നും പറയാനാകില്ല. അതുകൊണ്ട് അവരുടെ ആവശ്യങ്ങളോ പദ്ധതികളോ മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെന്ന് സുഗ്രീവൻ പറഞ്ഞു. അദ്ദേഹം എന്തിനാണിവിടെ നമ്മുടെ ഇടയിലേക്ക് വന്നിട്ടുള്ളതെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഞാൻ ഊഹിക്കുന്നത് ബാലിയുടെ മകനായ അംഗദനും ഞാനും തമ്മിൽ അകൽച്ചയുണ്ടാക്കുവാണെന്നത്രേ. അതുകൊണ്ട് ഒട്ടും വൈകാതെ അവനെ ബന്ധനത്തിലാക്കി അകറ്റി നിർത്തുകയാണ് ഉചിതമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാമൻ മറുപടി പറഞ്ഞു: സ്നേഹിതാ, താങ്കളുടെ വാക്കുകൾ ശരിയാണ്. കുറുമാറ്റത്തെ സംബന്ധിച്ച ശാസ്ത്രങ്ങളിലെ അനുശാസനങ്ങൾക്കനുസരിച്ചാണ് താങ്കൾ സംസാരിച്ചത്. എന്നാലും എന്റെ വ്രതത്തെപ്പറ്റി ശ്രദ്ധിക്കൂ. അത് താങ്കളുടെ ഉപദേശത്തിനു വിപരീതമായിരിക്കാം. എന്നെ അഭയം പ്രാപിക്കുന്ന എല്ലാവരെയും രക്ഷിക്കുകയാണ് എന്റെ വ്രതം. കീഴടങ്ങുന്നവൻ ശത്രുവായാൽ പോലും ഈ വ്രതത്തിൽ നിന്നും അക്കാരണം കൊണ്ടൊഴിഞ്ഞുമാറുന്നത് ശരിയല്ല. ലക്ഷക്കണക്കിൽ ബ്രാഹ്മണരെ കൊന്ന പാപം ചെയ്തവനായാലും എന്നെ അഭയം പ്രാപിച്ച ഒരുവനെയോ ഞാൻ പരിത്യജിക്കുകയില്ല. നമ്മൾക്കിടയിൽ കലഹബീജങ്ങൾ വിതയ്ക്കുന്നതിനായി രാവണനാൽ അയക്കപ്പെട്ടവനായിരിക്കാം അവൻ. അത് സത്യമാണെങ്കിൽ തന്നെ നാം എന്തിനവനെ ഭയപ്പെടണം? അല്ലെങ്കിൽ അവൻ ജ്യേഷ്ഠനെ ഭയന്ന് എന്നെ അഭയം പ്രാപിച്ചതാണെങ്കിലും എന്റെ ജീവസമം ഞാൻ അവനെ കാത്തുരക്ഷിക്കും. അതുകൊണ്ട് വേഗം വിഭീഷണനെ ഹാജരാക്കൂ. രാമൻ കൽപ്പിച്ചു. സുഗ്രീവൻ കൽപ്പന നിറവേറ്റി. ഹനുമാൻ ഉടൻ വിഭീഷണനെ രാമന്റെ മുമ്പിൽ കൊണ്ടുവന്നു നിർത്തി. വിഭീഷണന്റെ ദൃഷ്ടികൾ രാമന്റെ പാദപത്മങ്ങളിൽ പതിച്ചപ്പോൾ അദ്ദേഹം ഹർഷോന്മാദത്തിന്റെ ബാഷ്പം ധാരാളമായി പൊഴിച്ചു. അദ്ദേഹത്തിന് നിവർന്നു നിൽക്കാൻ തന്നെ കഴിഞ്ഞില്ല.
സ്വാമി. അദ്ദേഹം വീർപ്പുമുട്ടി പറഞ്ഞുകൊണ്ട് രാമപാദങ്ങളിൽ വീണു. എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. ഞാൻ അങ്ങയുടെ അടിമയാണ്. അല്ലയോ ദേവരക്ഷക, ഞാൻ രാക്ഷസവംശത്തിലാണ് ജനിച്ചത്. എന്റെ പേർ വിഭീഷണൻ. രാക്ഷസരാജൻ രാവണന്റെ അനുജനാണ് ഞാൻ. കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങളുടെ ഫലമായിട്ടാണ് ഞാൻ രാക്ഷസനായി ജനിച്ചത്. മാന്ദ്യവും അജ്ഞതയും എന്നെ അധീനപ്പെടുത്തിയിരിക്കുന്നു. കുമൻ രാവിനുവേണ്ടി അപേക്ഷിക്കുന്നതുപോലെ ഞാൻ അന്ധകാരത്തെ മാത്രം ആസ്വദിക്കുന്നു. അങ്ങയുടെ സ്നേഹവും കാരുണ്യവും കൊതിച്ചുകൊണ്ടങ്ങനെയങ്ങ് ദയപ്രപിക്കുന്നു. തന്നെ സ്വീകരിക്കാനും രക്ഷിക്കാനും വിഭീഷണൻ ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചു. രാമൻ സംതൃപ്തനായി. അവിടുന്ന് കുടി പുറത്തു തട്ടി ഓമനിച്ചു. അഗാധമായ സ്നേഹത്തോടു തിരിച്ചു. പ്രിയപ്പെട്ട വിഭീഷണ, അസ്വസ്ഥപ്പെടേണ്ട. നിനക്ക് ലഭിച്ച എന്റെ ദർശനം തന്നെ നിന്നിലുള്ള രാക്ഷസപ്രകൃതിയെ നശിപ്പിച്ചിരിക്കുന്നു. ലക്ഷ്മണനെയും സുഗ്രീവനെയും പോലെ നീയും എനിക്കും ഏറ്റവും അടുത്തവനാണ്. ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന എല്ലാ ഭയങ്ങളെയും തുടച്ചുമാറ്റി. രാമൻ പറഞ്ഞു, അല്ലയോ രാജാവേ, താങ്കളുടെ അനുയായികളും സഖാക്കളും ആരോഗ്യത്തോടും സുഖത്തോടും കൂടിയിരിക്കുന്നുണ്ടോ? ലക്ഷക്കണക്കിൽ രാക്ഷസന്മാരുടെ ഇടയിൽ താങ്കളെങ്ങനെയാണ് ശരിയായ ജീവിതം നയിച്ചുകൊണ്ടിരുന്നത്? ആ ചുറ്റുപാടിൽ നിങ്ങളെങ്ങനെ നിങ്ങളുടെ ഭക്തിയും അർപ്പണസ്വഭാവവും നിലനിർത്തിപ്പോന്നു? വിഭീഷണന്റെ പ്രവർത്തനങ്ങളുടെ വിവിധ വസ്തുതകളെ സംബന്ധിച്ചും അദ്ദേഹം അന്വേഷണം നടത്തുകയുണ്ടായി. ഒടുവിൽ വിഭീഷണൻ പറഞ്ഞു, അല്ലയോ രഘുവംശനായക, കാമം, ക്രോധം തുടങ്ങിയ ഷഡ്വൈരികൾ അങ്ങ് ചാപബാണപാണിയായി ഹൃദയത്തിൽ പ്രവേശിച്ചാൽ ആ നിമിഷം ഹൃദയത്തിൽ നിന്ന് പലായനം ചെയ്യും. ഞാൻ പ്രകാശമറിയാത്ത അന്ധകാരപൂർണമായ ഹൃദയത്തെ ബന്ധങ്ങളും വിദ്വേഷങ്ങളും ബാധിക്കുന്നു. പ്രഭോ, എനിക്കവിടുത്തെ പാദപത്മങ്ങൾ കണ്ടപ്പോൾ, സ്പർശിച്ചപ്പോൾ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വപ്നം സാധ്യമായി. എന്റെ ഭയവും വ്യസനവും നശിപ്പിക്കപ്പെട്ടു. ഞാനൊരു നല്ല പ്രവൃത്തിയും ചെയ്തിട്ടില്ല. എന്നിട്ടും അവിടുന്ന് എന്നെ ആശ്ലേഷിച്ചു. ഓ, എത്ര വമ്പിച്ചതാണെന്റെ ഭാഗ്യം! വിഭീഷണന്റെ കണ്ണുകളിൽ നിന്നും ബാഷ്പം പ്രവഹിച്ചു. അത് ആനന്ദത്തിന്റെയും കൃതജ്ഞതയുടെയും കണ്ണുനീരായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ തടഞ്ഞുകൊണ്ട് രാമൻ പറഞ്ഞു, വിഭീഷണ, താങ്കൾ എല്ലാ വൈശിഷ്ട്യങ്ങളുമുള്ളവനാണ്. അങ്ങനെയായിരുന്നില്ലെങ്കിൽ ഈ ദർശനത്തിനും ഞാനുമായി ബന്ധപ്പെടുവാനും എന്നെ സ്പർശിക്കാനും സംഭാഷണം ചെയ്യാനും നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. ഇത് കേട്ടപ്പോൾ വിഭീഷണൻ അതിരറ്റ ആനന്ദത്താൽ രോമാഞ്ചം കൊണ്ടു. അദ്ദേഹം വീണ്ടും വീണ്ടും രാമപാദങ്ങളിൽ നമസ്കരിച്ചു. രാമൻ അദ്ദേഹത്തോട് പറഞ്ഞു, പോകൂ, കടലിലെ പുണ്യജലത്തിൽ ഒന്നു കുളിക്കൂ. എന്നിട്ട് ക്ഷണം വരൂ. അങ്ങനെ വിഭീഷണൻ കടൽത്തീരത്തേക്ക് പോയി. കടലിൽ നിന്നും ഒരു പാത്രം പുണ്യജലം കൊണ്ടുവരാൻ രാമൻ ഹനുമാനോട് ആവശ്യപ്പെട്ടു. കുളികഴിഞ്ഞ ശേഷം വിഭീഷണൻ തിരിച്ചെത്തി രാമന്റെ കാൽക്കൽ നമസ്കരിച്ചു. അനന്തരം രാമൻ ഹനുമാൻ കൊണ്ടുവന്ന പാത്രത്തിൽ നിന്നും കടൽജലം കൈയിലെടുത്ത് വിഭീഷണന്റെ ശിരസിൽ കുടഞ്ഞു. എന്നിട്ട് പ്രഖ്യാപിച്ചു, ഈ കർമ്മം കൊണ്ട് ഞാൻ താങ്കളെ ലങ്കാരാജ്യത്തിന്റെ രാജാവായി വാഴിക്കുന്നു. വിഭീഷണൻ എഴുന്നേറ്റ് പറഞ്ഞു, അല്ലയോ സ്വാമി, എനിക്കെന്തിനാണ് രാജ്യം? ഈ പാതാരവിന്ദങ്ങളുടെ അടുക്കൽ തന്നെ എനിക്കൊരു സ്ഥലം കിട്ടിയാൽ ഞാൻ സംതൃപ്തനായി. രാമൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്കതിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യമല്ല. വിഭീഷണൻ പറഞ്ഞു, അങ്ങയുടെ ഈ കൽപ്പന ഞാൻ സ്വീകരിക്കുന്നു. അദ്ദേഹം വിനയപൂർവ്വം കൈകൂപ്പി. തന്റെ പാദപത്മങ്ങളിൽ സർവസ്വവും സമർപ്പിച്ചവരിൽ ശ്രീരാമചന്ദ്രൻ ചൊരിയുന്ന കരുണയും ആർദ്രതയും കണ്ട് സ്തംഭരായി വാനരന്മാർ ചുറ്റും നിന്നു. അവരുടെ ഹൃദയങ്ങൾ ആനന്ദം കൊണ്ട് നിറഞ്ഞു. രാമൻ വാനരസമൂഹത്തിന്റെ സൈന്യാധിപന്മാരെ കണ്ട് അവരുമായി സംസാരിച്ചു. നായകന്മാരെ, വിഭീഷണനെയും കൂട്ടിക്കൊള്ളൂ. അദ്ദേഹത്തെ അന്യനായി കരുതരുത്. നിങ്ങളുടെ സഖാവായി ഗണിക്കുക. അദ്ദേഹം എന്റെ സ്വന്തം ആളാണ്. രാമന്റെ ഈ പ്രിയങ്കരമായ വാക്കുകൾ വിഭീഷണനെ വളരെയേറെ ധൈര്യപ്പെടുത്തി. വേഗം അവർ കടൽത്തീരത്തേക്ക് നീങ്ങി.